ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് മലയാള സിനിമയിൽ കുറേ ഇഷ്ടപ്പെട്ട താരജോഡികളുണ്ട്. പിറകോട്ടൊന്നും പോകുന്നില്ല. എൻ്റെ ലാലേട്ടൻ മമ്മൂക്കിങ്ങനെ എടുത്ത് വരാനുണ്ട്, കുറേ പറയാനുണ്ട്. പക്ഷേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു താരജോഡിയാണ് മീര യാസ്മിനും നരയനും. അവരധികം ഫിലിമൊന്നും ചെയ്തിട്ടില്ല. അച്ചുവിൻ്റെ അമ്മ ഫിലിം മാത്രം മതി. അവർ നമ്മളൊരു കെമിസ്ട്രിക്ക് എന്ത് രസമുണ്ടെന്നറിയും. മിന്നാമിന്നിക്കൂട്ടം. അപ്പോൾ എം പത്മകുമാർ സംവിധാനം ചെയ്യുന്ന ക്യൂൻ എലിസബത്ത്, പത്മകുമാർ ഒന്നിക്കുന്നു. ട്രെയിലർ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്ന എല്ലാവരും. നല്ല ട്രെയിലറാണ്. പത്മകുമാർ പടങ്ങൾ നമുക്കറിയാം, കുറച്ച് ത്രില്ലറായിരിക്കും, പിന്നെ അത്യാവശ്യം ഫീൽ ഗുഡായിരിക്കും, ഡ്രാമ എല്ലാം കൂടിയിട്ട് കണക്ട് ചെയ്യുന്ന പടങ്ങളാണ്. ഇപ്പോൾ ഉള്ള പടങ്ങൾ എടുത്ത് കഴിഞ്ഞാൽ അമ്മക്കിളിക്കൂട് ഒരു ഡിഫറെൻറ്റ് ജോണർ പടമാണ്. വർഗം, വാസ്തവം, പൃഥ്വിരാജ് അവാർഡ് കിട്ടിയ പടം, ക്യൂട്ട് പടമാണ്. പക്ഷെ അത് കൊമേഴ്സിയൊന്നും വലിയ വിജയിച്ച പടമൊന്നും ആയിരുന്നില്ല. പിന്നെ ഭയങ്കരമായിട്ട് എല്ലാവരും കണ്ട പടം ലാലേട്ട ശിക്കാർ വമ്പ വിജയം നേടിയ പടമായിരുന്നു. മമ്മൂക്കയുടെ പടമുണ്ട്. നമുക്കൊരു പടം ഉണ്ടല്ലോ, അത് ഭയങ്കര ചർച്ചാ വിഷയ പടമാണ്. നമുക്ക് പെണ്ണിൻ്റെ വേഷമൊക്കെ ചെയ്ത് വരുന്നു, എൻ്റെ പേര് മറന്നല്ലോ. മമ്മൂക്കയുടെ പടം, ഞാൻ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. ലാസ്റ്റ് ജോസഫ്. അപ്പോൾ ആളൊരു അത്യാവശ്യം നമുക്ക് ട്രസ്റ്റ് ചെയ്യാവുന്നൊരു ഡയറക്ടറാണ്. അപ്പോൾ ആളൊരു പടം ചെയ്യുന്ന സമയത്ത് പ്രതീക്ഷയുണ്ട്. എല്ലാ രീതിയിലുള്ള പടം എടുത്ത് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. 98-ലാണ് ആള് ആദ്യത്തെ പടം ഫിലിം ഫീൽഡിൽ കടന്നു വരുന്നത്. ഹരിഹരൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ആരിലേക്ക് എന്നൊരു പടം തോന്നുന്നു. 2003-ലാണ് അമ്മക്കിളിക്കൂടി ചെയ്തത്. അപ്പോൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ്. പ്രത്യേകിച്ച് നരേനി അതുപോലെ തന്നെ മീര യാസ്മിനെയും കൂടി അത്രയും സ്കിൽഡായിട്ട് രണ്ട് ആളുകളെ കിട്ടുമ്പോൾ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. ട്രെയിലർ കണ്ട സമയത്ത് നമുക്ക് ഒരു ഫീൽ ഗുഡ് ഫീലാൻ തോന്നുന്നത്. മീര യാസ്മിൻ IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, വളരെ ദേശീയമായിട്ടുള്ളൊരു ക്യാരക്ടർ, സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നു. വീട്ടിൽ വരെ ആൾക്കൊരു നിലപാടുണ്ട്, അത് വിട്ട് കളിക്കുന്നില്ല. അപ്പോൾ ഫുൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ. ജോലി ചെയ്യുന്ന ആളുകളുടെ അടുത്തൊക്കെ ഒരു ബോസാന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഭയങ്കര ഹാഷായിട്ട് പെരുമാറുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടു. അവസാനം ആളുടെ ലൈഫിൽ എത്തിപ്പെടുന്ന ഒരാളാണ് നരൻ. അങ്ങനെ തമ്മിൽ പ്രണയത്തിലാവുന്നു എന്നൊക്കെ എനിക്ക് സംഭവം. എന്തായാലും ഒരു ക്ലൈമാക്സിൽ എന്തൊക്കെ നല്ല ട്വിസ്റ്റൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. സെൻഡി ആവുന്നുണ്ട്, ഇമോഷണലി സീനുകളൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഈ പടത്തിൽ ഞാൻ ശ്രദ്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെ ക്യാരക്ടേഴ്സ്, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ശ്വേതാമേനോൻ, അതുപോലെ തന്നെ ജൂഡ് ആൻ്റണി, ജോഡി ആൻ്റണി, രമേഷ് പിഷാരടി, മല്ലിക സുകുമാരൻ, രഞ്ജി പണിക്കർ, പേളി, VKP, രജിൻ രാജാണ് മ്യൂസിക് കേട്ടോ, അത് പറയണം. പിന്നെ RGT സത്യൻ തിരക്കഥ. അപ്പോൾ ഒരുപാട് പേര് ഉണ്ട് പടത്തിൽ. അത് കാസ്റ്റിങ് ഗംഭീരമാണ്, നല്ല രീതിയിൽ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേരുമ്പോൾ എല്ലാ കാസ്റ്റിങ്ങിനും നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. കാരണം പത്മകുമാറിൻ്റെ പടത്തിന് അറിയാം, നമ്മൾ വാസ്തവൊക്കെ എടുത്തറിയാം, ശിക്കാറൊക്കെ എടുത്തറിയാൻ പറ്റും. എല്ലാവർക്കും നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യുന്നൊരു സംവിധായകനാണ്. ക്യാരക്ടേഴ്സിനൊക്കെ അധികം ക്യാരക്ടേഴ്സ് ഉണ്ടാവില്ല, അത് കുറേ ക്യാരക്ടേഴ്സ് അങ്ങനെ കൊണ്ടുവരാറില്ല. ഈ പടത്തിലാണ് ഒരുപാട് ക്യാരക്ടേഴ്സ് ഞാൻ കണ്ടത്. അപ്പോൾ ഒരു ഫീൽ ഗുഡ് മൂവി ആയിരിക്കും. പിന്നെ മീര യാസ്മിൻ നരയനും ഉള്ളൊരു കെമിസ്ട്രിക്ക് ഭയങ്കര ഇഷ്ടമായ പടമാണ് അച്ചുവിൻ്റെ അമ്മ മിന്നാമിന്നിക്കൂട്ടൊക്കെ. അച്ചുവിൻ്റെ അമ്മയിൽ ഇവർ തമ്മിലുള്ള കുറേ സീനുകളൊക്കെ ഉണ്ട്. പേഴ്സണലി കണക്ട് ആയ കുറേ സീനുകൾ. എനിക്കൊരു നല്ല ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആളൊരു ക്യാരക്ടറിൻ്റെ പോലെയൊക്കെ എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. പടം ഉണ്ട്, ഈ മാസം ഉണ്ട്, ഇല്ല 29-ാം തീയതി ഉണ്ട്. 4 ദിവസം കൂടി പടമായി, 5 ദിവസം കൂടി, ക്രിസ്മസ് കഴിഞ്ഞ പടമായി. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. പത്മകുമാറിൻ്റെ ഒരു മുമ്പ് തിരിച്ചു വരവാവട്ടെ പടം. ജോസഫിന് ശേഷം ചെയ്യുന്ന പടമാണെന്ന് തോന്നുന്നു, വേറെ പടങ്ങൾ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലൊരു ഫീൽ ഗുഡ് മൂവി കിട്ടട്ടെ, ഫാമിലിയായിട്ട് തകർത്ത് തിമിർത്ത് എൻജോയ് ചെയ്ത് കാണാൻ വേണ്ടുന്നൊരു പടമാവട്ടെ. എല്ലാവിധ ആശംസകളും ഓൾ ടീം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം, അടുത്തൊരു അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മുകേഷ്.